ഹലോ ഗൈസ്, ഈ ചൂട് മഴയത്ത് ഈ പെരുമഴയത്ത് നല്ല ചൂട് പരിപ്പ് പാടി നല്ല ചൂട് ചായയും കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഫോട്ടോയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല. എന്തായാലും ഫോട്ടോ എടുക്കുമല്ലേ എന്നാൽ പിന്നെ എനിക്കൊരു വീഡിയോ എടുത്തതാ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലെത്തി. വന്നു നോക്കുമ്പോൾ ഇതാ അടുത്ത പണി. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ മൂട്ടേനെ കൊല്ലാൻ ഇന്ന് ആൾക്കാർ വന്നു. അവർ അങ്ങ് കൊന്നിട്ട് പോയി. പക്ഷെ എന്തൊക്കെ പണിയാണെങ്കിലും എനിക്ക് കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ചോര കുടിക്കാനായിട്ട് ആരും വരത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ റൂം അങ്ങോട്ട് ക്ലീൻ ചെയ്യാനങ്ങ് തീരുമാനിച്ചു. അതിനു മുന്നേ നമുക്കാദ്യം ഈ ബൗൾ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സ്പ്രേ ചെയ്യുന്ന ടൈം ഉറപ്പായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ആകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ആദ്യം തന്നെ അതിലുണ്ടായ മീനും ചെടിയൊക്കെ എടുത്ത് മാറ്റി ആ ബൗൾ മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം കേട്ടോ. കാരണം ഇവിടുത്തെ പൈപ്പിലെ വെള്ളം ആഡ് ചെയ്താൽ പിറ്റേ ദിവസം തന്നെ മീൻ ചത്തു. അങ്ങനെ ഇതിൻ്റെ കാര്യം അങ്ങ് മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. ഒരു പക്ഷെ ഞാൻ ഇതിന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നാളത്തേക്ക് ഉറപ്പായിട്ടും ഇതെല്ലാം ചത്തിട്ടുണ്ടാവും. കാരണം കണ്ടില്ലേ, ഒട്ടും വയ്യൊന്നിനും. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ റൂം അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. ഇവിടെ ഹോസ്റ്റലിൽ പൊതുവെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വരാറുണ്ട്. പിന്നെ ഇത് 2 ആഴ്ച കൂടുമ്പോഴായി. പിന്നെ വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ ആരും തന്നെ വരാറില്ല. പക്ഷേ ഞാൻ കിടക്കുന്ന റൂം അത്യാവശ്യം വൃത്തി ഉണ്ടാവണമെന്ന് എനിക്കൊരു വാശിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എത്രയെന്ന് വെച്ചിട്ട് ഇവന്മാർ വെയിറ്റ് ചെയ്യാം. എന്നാലും ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇവന്മാർക്ക് ഈ ക്ലീനിങ്ങിൻ്റെ ചാർജസും കൂടിയിട്ടാണ് ഞാൻ അങ്ങ് റെൻറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ക്ലീൻ ചെയ്യുന്നത് ഞാൻ തന്നെ. അപ്പം ഞാനായിട്ട് പൊട്ടനാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ആ പുതിയ ബെഡ്ഷീറ്റ് എടുത്ത് അങ്ങ് വിരിച്ച്. പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ ഞാൻ 2 ദിവസം മുന്നേ അലക്കി ഉണക്കി വെച്ചതാണ്. എന്നാലും ഞാൻ ഈ സൂക്ഷിച്ച് നോക്കുന്നത് വേറെ ഒന്നല്ല, വല്ല മൂട്ട അവിടെ ഇവിടെ ഉണ്ടെന്നാണ്. കാരണം ഭയം വേണ്ട, ജാഗ്രത മതി എന്നാണല്ലോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് റൂമൊക്കെ നല്ല കിടിലം പോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നല്ലൊരു ചൂട് വെള്ളത്തിൽ ഒരു കുളിയും കൂടി പാസ്സാക്കിയാൽ ആഹാ. പിന്നെ ഇന്ന് മുതൽ മൂട്ടകടി കൊള്ളാതെ സുഖമായിട്ട് അങ്ങ് ഉറങ്ങാം.